ഗുഡ് മോർണിംഗ്. ഇന്നൊരു നാട്ടിൻപുറത്തെ കാഴ്ചകളായാലോ. ഇത് എൻ്റെ അമ്മ വീട്ടിലത്തെ സ്ഥലമാണ്. ഇപ്പോഴും ഒരു പുരോഗമനമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഇതൊരു ആലയാണ് കേട്ടോ. പണ്ട് അമ്മമ്മയുടെ കൂടെയൊക്കെ ഞങ്ങൾ പാല് മേടിക്കാൻ വന്നിരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ ആൾതാമസവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ മൊത്തത്തിൽ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ കുഞ്ഞു കുട്ടിയാവുമ്പോൾ സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് പേരക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുന്ന കുറച്ച് സ്ഥലങ്ങളാണ്. കുറച്ച് നേരം ഇങ്ങനെ നടന്നപ്പോൾ എനിക്ക് തോന്നി ഒന്ന് വീഡിയോ എടുത്ത് എല്ലാവരെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ പൂവിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്താണെന്നറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഈ നാട്ടിൻ പുറത്തെ കാഴ്ചകളൊക്കെ ഇപ്പോഴും എന്തൊരു ഭംഗിയല്ലേ കാണാൻ. ഞാനും പാറക്കുട്ടിയും ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ഇങ്ങനെ നടക്കുമ്പോൾ പഴയതൊക്കെ ഇങ്ങനെ ഓർമ്മ വരണേ. സ്കൂൾ പൂട്ടാൻ കാത്തിരിക്കാവും. ഇങ്ങോട്ട് ഓടി വരും. ഞങ്ങൾ 5-6 പേരുണ്ട്. എല്ലാവരും ഇവിടെ എത്തും അമ്മമ്മയുടെ അടുത്ത്. എന്ത് രസമായിരുന്നു. അപ്പം ഞാനും പാറക്കുട്ടി ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതായിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓടി നടക്കാൻ കിട്ടുന്ന സ്ഥലമൊക്കെ അവൾ നന്നായിട്ട് മുതലാക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ തോടും പാടവും ഒക്കെ, ചെടികളും പൂമ്പാറ്റകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. ഈ പൂവിൻ്റെ പേര് ആർക്കെങ്കിലും അറിയോ? ഞങ്ങളുടെ അവിടെയൊക്കെ പൂച്ചവാലെന്ന് പറയും. ഇതെന്താണെന്നറിയോ എല്ലാവർക്കും? ഈ പൂവിൻ്റെ പ്രത്യേകത അറിഞ്ഞൂടെ? കാക്കയോ കൊക്കോ. ഇത് ഇങ്ങനെ തുറന്ന് നോക്കിയിട്ട് കാക്കയാണോ കൊക്കാണോ ചോദിക്കും. ഇതിൻ്റെ ഉള്ളിലൊരു വെള്ള കളറും ഒരു കറുപ്പ് കളറും ഉണ്ടാവും. കാഴ്ചകൾക്കൊക്കെ ഇപ്പോഴും നല്ല ഭംഗിയാണ്. അല്ലെങ്കിൽ നാട്ടിൻപുറം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. കുട്ടിയും ഞാനും കൂടെ കുറേ നടന്നു കേട്ടോ. പിന്നെ അവൾ കരയാൻ തുടങ്ങിയപ്പോൾ ഞാനിങ്ങ് തിരിച്ചു പോന്നു. ഇതൊക്കെ ഒരു ഓർമ്മകളാണ് കേട്ടോ. ഈ കായൊക്കെ പറിച്ച് ഞങ്ങൾ തിന്നാറുണ്ട് കേട്ടോ. ഇതെന്ത് കായാണെന്ന് നിങ്ങൾക്കറിയോ? ഒരു പുളിയാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇതാ ഞാൻ നേരത്തെ കാണിച്ച പൂവ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്ന് ഈ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. താങ്ക് യു. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.